കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര അനാസ്ഥ. വെന്റിലേറ്ററും ബെഡും ഇല്ലെന്ന് പറഞ്ഞ് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ 16-കാരിയെ മടക്കി അയച്ചു. 2 ദിവസത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടി മരിച്ചു. ജനം ബ്രേക്കിംഗ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ 16-കാരിയുമായി മലപ്പുറം പുളിക്കലിൽ ഉള്ള കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. രാത്രി മുഴുവൻ പെൺകുട്ടിയെ അത്യാഹിത വിഭാഗത്തിൽ കിടത്തിയ ശേഷം രാവിലെ വാർഡിലേക്ക് മാറ്റി. പിന്നീട് വെന്റിലേറ്ററും ബെഡും ഇല്ലെന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയച്ചു. തുടർന്ന് നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 ദിവസം ചികിത്സിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 ദിവസത്തെ ചികിത്സയ്ക്ക് മാത്രം 2 ലക്ഷം രൂപയോളമാണ് ഈ നിർധന കുടുംബത്തിന് ചിലവായത്. ഞാൻ കുട്ടീൻ്റെ അമ്മയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ മോളെ ഇവിടുന്ന് ഇറക്കി തരണം. ഇവിടുന്ന് ബില്ല് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്ട് അവളെ ചികിത്സിക്കാനാണ് ഞങ്ങളെ തീരുമാനം. ഡോക്ടർമാർ പറഞ്ഞത് കഴിയുന്നതും ഓളെ പരമാവധി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഓള്. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഇവിടെ താങ്ങൂല ബില്ല്. അതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഓളെ മാറ്റാനുള്ള സ്ഥലമാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കയ്യിൽ സഹായിച്ച് ഞങ്ങളതാക്കി തരണം. ഞങ്ങളെ മോളെ ഇവിടുന്ന് ഇറക്കി തരണം. ഞങ്ങളെ മോളൊരു സുഖമില്ലാത്ത മോളാണ്. ചെറുപ്പം മുതലേ അംഗവൈകല്യം ബാധിച്ച മോളാണ്. ഓള് നടക്കൂല, ഒന്നും ചെയ്യൂല. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാൻ 16 കൊല്ലമായി ഓളെ കൊണ്ട് നടക്കണം. ഓളെ നടക്കാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. എല്ലാവരും ഞങ്ങളൊന്ന് സഹായിച്ചു തരും. മലപ്പുറം പുളിക്കൽ സ്വദേശി മക്കക്കാട് സുരേഷിന്റെ ഓട്ടിസം ബാധിച്ച മകളാണ് മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ച് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കുട്ടിയുടെ ചികിത്സാ ചിലവിനായി നാട്ടുകാർ ചേർന്ന് ഫണ്ട് പിരിക്കുന്നതിനിടെയാണ് 16-കാരി മരണപ്പെട്ടത്. ജനം, കോഴിക്കോട്.